സ്വാഗതം ചെയ്യാം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ അഹങ്കാരമായ the finest actor in the country. Let's give it up for Padmashri Lieutenant Colonel Mohanlal. Here we go. കൈയടിയുടെ 36 വർഷമായി ഇദ്ദേഹം ബിഗ് സ്ക്രീനിൽ എത്തിയിട്ട് ഇന്നിതാ നിരവധി വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണാനായി വീണ്ടും അദ്ദേഹം ഈ മണ്ണിൽ ഇറങ്ങുകയാണ്. എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, ഏത് വേഷത്തിൽ എത്തിയാലും ആ കഥാപാത്രമായി മാറുന്ന, ആ കഥാപാത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തി. മലയാളത്തിന്റെ അഭിമാനം, അഹങ്കാരം, നമ്മളുടെ സംസ്കാരം ലോകമെമ്പാടും കാഴ്ചവെക്കാനുള്ള ഒരൊറ്റ പേര് മതി. A very proud to welcome on stage നമ്മളുടെ പ്രിയങ്കരനായ ലാലേട്ടൻ. ലാലേട്ടന്റെ കൂടെ ശ്രീ മുരളീധരൻ പള്ളിയത്തും ചെയർമാൻ പി ഉണ്ണികൃഷ്ണനും. നല്ലൊരു കൈഡിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ബഹ്റൈനിലേക്ക് ലാലേട്ടനെ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായൊരു സായാഹ്നം നേരുന്നു. പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബഹ്റിനിൽ വരുന്നത്. ഒരുപാട് ഷോകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഷോ അല്ലാതെ ഒരുപാട് പ്രാവശ്യം ഞാൻ ബഹ്റിനിൽ വന്നിട്ടുണ്ട്. വളരെയധികം നല്ല സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലമാണ് ബഹ്റിൻ. അന്ന് ഷോ ചെയ്ത സമയത്തെ പലരെയും ഒരുപക്ഷെ നിങ്ങൾ ഇടയിൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ അവരെ എല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു, നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാകാത്ത പോലെ ആയിട്ടുണ്ടാവും, ഒരുപാട് വർഷങ്ങളായി. എന്നാലും ആ ചെയ്ത ഷോയുടെയൊക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. വളരെയധികം നല്ല റെസ്പോൺസായിരുന്നു അന്ന് ബഹ്റിനിൽ നിന്ന് കിട്ടിയിരുന്നത്. വളരെ സന്തോഷം, ഞാൻ എല്ലാവരും ഓർക്കുന്നു. ഏതാണ്ട് ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വരുന്നത്. ഇങ്ങനെ ഈ ഉത്സവ് 2016 എൻ്റെ ഇവൻ്റെ ചീഫ് ഓർഗനൈസറായ മിസ്റ്റർ മുരളീധരൻ പള്ളിയത്ത്, അതുപോലെ ബിഗ് ഫേസ് ഇവൻസിൻ്റെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, അവരെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോട് ഓർക്കുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു ക്ഷണം എനിക്ക് തന്നതിനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിനും. മിസ്റ്റർ മുരളിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഷോകൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. ഇന്ന് സംസാരിച്ചപ്പോൾ ഏതാണ്ട് 19 വർഷമായി ബഹ്റിൻ വന്നിട്ട് അതിനകം 19 ഷോകൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. അതിൻ്റെയൊക്കെ ഗുണം, നന്മ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇന്ന് സംസാരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഈ വരുന്ന 18-ാം തീയതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ഞാൻ തരുന്നു. തീർച്ചയായിട്ടും എനിക്ക് നന്ദി പറയേണ്ട വേറൊരു വലിയ ഗ്രൂപ്പുണ്ട്, അത് ലാൽ കെയർ. ഇന്ത്യക്ക് പുറത്ത് ദുബായിലും ബഹ്റിനിലുമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ വന്നിറങ്ങിയ നിമിഷം മുതൽ നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തികളുടെ കാര്യമാണ് കേൾക്കുന്നത്. അതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ പഠിപ്പിക്കേണ്ട സമയമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജഗത്, ഫൈസൽ, എനിക്ക് വളരെ പേര് ഓർക്കുന്നില്ല, എല്ലാവരുടെയും പേരിൽ. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ വളരെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത കേട്ടത്, എനിക്ക് വളരെയധികം പരിചയവും എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ സോമൻ ബേബി, അദ്ദേഹത്തിന് പ്രവാസി കമ്മീഷൻ്റെ മെമ്പറായി അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നൊരു മൂവ്മെൻറ്റാണ്, ഒരു ഓർഗനൈസേഷനാണ്
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിലുണ്ട്. പക്ഷെ എന്തായാലും പ്രവാസികളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാനും അതിന് പരിഹാരം നൽകാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നിവിടെ ഒരുപാട് പേർക്ക് മൊമെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും അവാർഡ് വിന്നേഴ്സിനൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന എൻ്റെ ഫിലിം ഫ്രെറ്റേണിറ്റിയിലും അല്ലാതെയായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ഉത്സവ് 2016 എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, രഞ്ജിനിക്കും ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ തിരിച്ചെത്തേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമ ഒപ്പം എന്ന് പറയുന്ന സിനിമയാണ് പ്രിയദർശൻ്റെ. ഇത് ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ആശീർവാദിൻ്റെ ബാനറിൽ ചെയ്യുന്നതാണ്. ഞാനിതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സിനിമ കഴിഞ്ഞു. അത് ഏതാണ്ടൊരു 180 ദിവസത്തോളം ഞങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് പുലിമുരുകൻ. വളരെയധികം പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. ഒരുപാട് കടുവകളുമായിട്ടുള്ള സംഘടന രംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ. ഇതിനിടയിൽ ഞാൻ 2 തെലുങ്ക് സിനിമകൾ ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഓരോ ദിവസവും നിങ്ങൾ അറിയുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഉള്ള ഒരു മലയാളി അറിയുന്നതിനെക്കാട്ടിലും കേരളത്തിലെ വിശേഷങ്ങൾ നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും കേരളത്തിലെ ഓരോ മലയാളിക്കും അഭിമാനമുളവാക്കുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും ഈ ഷോ കാണാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകും. വീണ്ടും ഒരിക്കൽ മിസ്റ്റർ മുരളിയുടെ 20ാമത്തെ 21ാമത്തെ 22ാമത്തെ ഒരു വലിയ ഷോയുടെ ഭാഗമായിട്ട് എന്നെ വീണ്ടും ക്ഷണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.